മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററുടെ കൈവെട്ടുമെന്ന CPM പ്രകടനത്തിലെ ഭീഷണി മുദ്രാവാക്യത്തിൽ വ്യാപക പ്രതിഷേധം. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല കേരളമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമെന്നും പോലീസ് കേസെടുക്കണമെന്നും KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളും കൈവെട്ട് ഭീഷണിക്കെതിരെ രംഗത്തുവന്നു. ഭീഷണി മുഴക്കിയവർക്കെതിരെ കേസെടുക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു. CPM വണ്ടൂർ ഏരിയ കമ്മിറ്റി ഇന്നലെ വണ്ടൂരിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ C. ദാവൂദിനെതിരെ കൈവെട്ട് ഭീഷണി ഉയർത്തിയത്. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി B. മുഹമ്മദ് റസാഖിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർക്കെതിരായ കൈവെട്ട് ഭീഷണിയെ രാഷ്ട്രീയ നേതൃത്വം ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഈ CPM എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ ദാവൂദിന്റെ കൈ വെട്ടിക്കളയും CPM-നോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? ഇവിടെ സംഘപരിവാറിന്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇതിപ്പോൾ വളരെ പ്രകടമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. അതിലെ കേസെടുത്ത് കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകണം. വളരെ ദൗർഭാഗ്യകരമാണ്. CPM അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഭരണത്തിന്റെ തലയിൽ നിന്നുകൊണ്ട് ആളുകളുടെ കായികമായി ആക്രമിക്കും, നേരിടും, കൈവെട്ടും, കാലുവെട്ടും, കൊലപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് സംസ്കാരത്തിന് യോജിച്ചല്ല. നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്നതിന്റെ പേരിൽ കേസെടുത്ത് നടപടിയെടുക്കണം. മാധ്യമപ്രവർത്തകരുടെ കൈവെട്ടും കാലുവെട്ടും എന്ന് പറയുന്നത് ഭീരുത്വമാണ്. അവർ ജനാധിപത്യത്തെ ഭയക്കുന്നു. സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയും പ്രതിഷേധിച്ചു. ഭീഷണി മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്ന് KUWJ സംസ്ഥാന പ്രസിഡന്റ് KP റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഇതുവരെ കേസ് എടുത്തിട്ടില്ലെന്ന് വണ്ടൂർ CI പറഞ്ഞു. കൈവെട്ട് മുദ്രാവാക്യത്തിൽ CPM ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.